ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസേർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ വിസയെക്കുറിച്ചാണ്. അമേരിക്കൻ വിസയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്കറിയാം. B1 B2 വിസയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ B1 B2 വിസ എടുത്തിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഫാമിലി B1 B2 വിസയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഫാമിലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത്, അതെങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഉള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് പോകാനുള്ള ഒരു വഴിയാണ് B1 B2 ബിസിനസ് ആൻഡ് ടൂറിസം കാറ്റഗറിയിൽ വരുന്ന വിസ. ഇത് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറയുന്നത് D160 എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ കടമ്പ. CGI ഫെഡറൽ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നത് പണ്ട് എനിക്ക് വിസ എടുക്കാൻ വേണ്ടി സഹായിച്ച ഒരു ചേച്ചിയാണ്. അവർ ഒരു ട്രാവൽ ഏജൻസിയിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം സ്വന്തമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് എനിക്ക് UK വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും, അതുപോലെ തന്നെ നമ്മളുടെ അയർലൻഡ് വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും, അന്ന് US വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും, ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്തതും. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ അവർക്ക് എങ്ങനെ ഇവരുടെ കോൺടാക്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് അവരെ കോൺടാക്റ്റ് ഞാൻ ഇതിനകത്ത് ഇടാം. കാര്യം നിങ്ങൾക്കിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഏൽപ്പിക്കാം. അതല്ലേ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഏൽപ്പിക്കാം. വളരെ മിനിമലായിട്ടുള്ള ചാർജസ് മാത്രമേ അവരെടുക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ കോസ്റ്റ് വരുന്നത് $185 ആണ്. ഏകദേശം 700-750 ദിറംസോളാവും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. ഈ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്. ഒരു തവണ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-3 തവണ നമുക്ക് ഫ്രീ ആയിട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. ആ ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കയറി നോക്കണം. അപ്പോൾ നമുക്കത് 2-3 തവണ ചേഞ്ച് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈ എന്നാണോ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ നേരെ ഈ ഒരു വിസ ഇൻ്റർവ്യൂവിനായിട്ട് പോവുക. മെയിനായിട്ട് ഇപ്പം നിങ്ങളുടെ വൈഫിനും കുട്ടികൾക്കുമാണ് എടുക്കുന്നതെങ്കിൽ വൈഫിന് മാത്രമേ ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് 14 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവർക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്പിയർ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ഇത് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു US വിസ എടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ വിസ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം. ഗുഡ് മോർണിംഗ്. അത് കൊള്ളാമല്ലോ. അത് കിട്ടും. ഇപ്പോൾ സമയം എത്രയായി? സമയം നോക്കാൻ അറിയോ? എവിടെ പോവാ? Fighting to belong, trying to make it seem like we're somebody else. Set the perfect frame of hide behind the makeup, like it's with the cost of losing yourself. You sit there all alone. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കാണുന്ന ഭാഗത്തായിട്ടാണ് എംബസി ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇല്ല, അത്രയില്ല, കുറച്ചേ ഉള്ളൂ നടക്കാനായിട്ട്. ഇവിടെ ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കുക. പാർക്കിങ്ങിൽ നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഇടുക. അപ്പോൾ അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതി. 3 ഫോൾഡറിലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് കയ്യിലുള്ളത്. ഒന്ന് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട്, പിന്നെ അതിൻ്റെ അടിയിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ്. ഇതല്ലാതെ നമുക്ക് മൊബൈൽ ഫോണോ ക്യാമറയോ സ്മാർട്ട് വാച്ചസോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം അഴിച്ചിവിടെ വെക്കണം. നന്ദൂട്ടിയാണെങ്കിൽ ഇന്ന് സ്കൂൾ മുടങ്ങി എന്നുള്ളൊരു ചെറിയ വിഷമമുണ്ട്. ആദ്യകുട്ടന് വിഷമമുണ്ടോ സ്കൂൾ മുടങ്ങിയതിന്? ചെറിയ വിഷമം. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് വെറുതെയാ. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങോട്ട് നടക്ക്. ഞാൻ ഇത് വെച്ചിട്ട് വരാം. വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോ. അവിടെ അതുകൊണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടോ? ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബസിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അതായത് ഇപ്പോൾ വൈഫിന് മാത്രമേ അതിനകത്ത് കയറേണ്ട ആവശ്യമുള്ളൂ. കാര്യം കുട്ടികൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പോകണ്ട. പക്ഷേ വേണമെങ്കിൽ വൈഫിനെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാം.
പക്ഷേ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. എൻ്റെ പാസ്പോർട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അവർ പാസ്പോർട്ടുമായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 hour എടുക്കും. അത്രയും സമയം എന്നോട് വണ്ടിയിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 hour കഴിയാറായി. ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് എങ്ങനെ അവർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഫൈനലി അവർക്ക് വിസ കിട്ടി. നോക്കിയാൽ പേപ്പർ നോക്കട്ടെ. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് അടിപൊളി. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വിടും. അവിടെ ചെന്നപ്പോൾ അവിടെ 3 കൗണ്ടറുണ്ട്. ഫസ്റ്റ് കൗണ്ടറിൽ നമ്മളെ പാസ്പോർട്ടും ഫോട്ടോയും കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൗണ്ടറിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കണത് അവിടെ. പിന്നെ 3rd കൗണ്ടറിൽ ഇൻ്റർവ്യൂ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ചോദിച്ചവർ? എന്തൊക്കെ ചോദിച്ചു? അവരെന്തിനാണ് അവിടെ പോണേന്ന് ചോദിച്ചു. US എവിടെയാണ് പോണേന്ന് ചോദിച്ചു. ഇതിന് മുന്നേ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. പിള്ളേരുടെ വെക്കേഷനാണോ പോണേന്ന് ചോദിച്ചു. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം എന്നാ പോണേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഹസ്ബൻഡ് എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അവസാനം അവരെന്തോ പറഞ്ഞു? വിസ കിട്ടിയെന്ന് പറഞ്ഞു. അതോ വിസ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പേപ്പർ തന്നു. അങ്ങനെ ഫാമിലിയുടെ US വിസയുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് അവർക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്ത്, ഇന്നിപ്പോൾ December 10 ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് ആ സമയത്തിന് നമ്മൾ പോയി. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. D-160 ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അറിയാവുന്ന ഏതെങ്കിലും ഒരു ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അത് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന ആളുകൾക്ക് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടാവും. നമ്മൾ വെറുതെ ഓരോ മിസ്റ്റേക്ക് വരുത്തണ്ട എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളുടെ ഇതിൻ്റെ വിസ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ആകെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിക്കാണ് വിസ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റില്ല. കാര്യം ആപ്ലിക്കൻറ്റിന് മാത്രമേ അതിനകത്തേക്ക് അവർ കയറ്റി വിടുള്ളൂ. പിന്നെ കുട്ടികൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഇൻ്റർവ്യൂ മാൻഡറ്ററി അല്ല. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാം, പക്ഷേ അവരോട് ഇൻ്റർവ്യൂ ഒന്നും ചെയ്യില്ല. അവരുടെ ബയോമെട്രിക് ഒന്നും എടുക്കില്ല അവർ. അതല്ലാതെ നമുക്ക് അതിനകത്തേക്ക് ഫോണോ ബാക്കിയുള്ള സ്മാർട്ട് വാച്ചസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ നമ്മളോട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മളുടെ ആവശ്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ എന്തിനാണോ പോകുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നതിന് മാത്രം ആൻസർ ചെയ്ത് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പോന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പറയും നിങ്ങൾക്ക് വിസ കിട്ടിയോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് വിസ കിട്ടി, നിങ്ങളുടെ വിസ അപ്രൂവ് ആയെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീൻ കളർ പേപ്പർ അവർ തരും. ആ പേപ്പറിൽ നിങ്ങളുടെ വിസ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് അവർ അയച്ചു തരുന്നത് എമിറേറ്റ്സ് പോസ്റ്റ് വഴിയാണ്. അത് കളക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വിസ അപ്രൂവ് ആയാൽ തന്നെ അവിടെ നമ്മളുടെ പാസ്പോർട്ട് എല്ലാം വാങ്ങി വെക്കും. അതിനുശേഷം നമുക്കത് പോസ്റ്റൽ വഴി അയച്ചു തരികയാണ്. ഇതിന് ഏകദേശം 4 to 5 വർക്കിംഗ് ഡേ ആണ് എടുക്കുന്നത്, മാക്സിമം 1 വീക്ക്. അപ്പം നമുക്ക് ഉടൻ തന്നെ ആ ഒരു പാസ്പോർട്ടും അതിലെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജി സൈനിങ് ഓഫ്. ബൈ.